Good afternoon, all. Good afternoon, ma'am. Last chapter lekana vandirikkunathu responsibilities of a hospital administration. Avarum eduthu kalalle. Yes, ma'am. നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലെ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലെ പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അവരവരുടേതായ ഡ്യൂട്ടികൾ നന്നായിട്ട് തന്നെ നിർവഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നത്. ഇപ്പൊ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിലുള്ളത്. അപ്പൊ അതിലെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു നിർത്തി അല്ലെ? സ്ട്രാറ്റജിക് പ്ലാനിങ്. ശരിയല്ലേ? യെസ് മാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്കുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ട് തന്ത്രപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്ററിന് അതിൻ്റെതായ ഒരു റോളുണ്ട് എന്നുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് അതും ആരാണ് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ തന്നെയാണ്. Administrator supervise the hospitals budgeting and financial operations. Budgeting എന്ന് പറയുമ്പോൾ എന്താണ് ബഡ്ജറ്റിംഗ്? ബഡ്ജറ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റ് തലത്തിലൊക്കെ ആണെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയില്ലേ മന്ത്രിസഭ കൂടി അല്ലേ? ഓക്കെ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് നീക്കി വെക്കും അല്ലെ? എന്തോരം ഫിനാൻസ് ഒരു ഫണ്ട് അതിലേക്ക് വേണ്ടി നീക്കി വെക്കും അല്ലെ? അതിലേക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അത് ഒരു ഭാവിയിലെ ആവശ്യത്തിനൊക്കെ വേണ്ടി. വരവ് ചിലവ് വരവ് ചിലവ് അവതരണം കൂടിയുണ്ട്. അത് മാത്രം തന്നെ എന്താണ് ഒരു ഭാവി ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നീക്കിവെപ്പൊക്കെ നടത്തും. അപ്പൊ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റോളുണ്ട്. അദ്ദേഹം തന്നെയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നോക്കുമ്പോൾ പുതുക്കി പണിയേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ മാനേജേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല ensure compliance with the legal and regulatory needs, they work daily with the finance team to monitor revenue, control expense, distribute the resources in an effective manner and ensure the financial firmness of the organization. ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു നല്ല രീതിയിലുള്ള ദൃഢമായ നിലനിൽപ്പ് അല്ലെ? ആ ഒരു നമുക്കറിയാം ഇടയ്ക്കൊക്കെ ബിസിനസ് ടവറായി പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആ സാമ്പത്തിക മേഖല നല്ല രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അത് ആ ഒരു സാമ്പത്തിക ദൃഢത, അതാണ് ഫിനാൻഷ്യൽ ഫേംനെസ് എന്ന് പറയുന്നത്. സാമ്പത്തിക ദൃഢത അത് ഉറപ്പുവരുത്തേണ്ട ഒരു ഡ്യൂട്ടി കൂടി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവിനുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യും? നല്ല രീതിയിലല്ലേ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് എപ്പോഴും വരുമാനം മോണിറ്റർ ചെയ്യും, അതായത് പരിശോധിക്കും, എക്സ്പെൻസുകളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ, അതായത് എല്ലാ റിസോഴ്സസും അത് മാത്രമല്ല മെഷീനറി എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ആ വിഭവങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിമയം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള വ്യക്തി. അപ്പൊ ആ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ, നല്ലൊരു ഭരണ നിർവഹണ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും ഒരു പങ്ക് വഹിക്കുന്നത്. അദ്ദേഹം തന്നെ അപ്പോ റവന്യൂ അല്ലെ, വരുമാനം എത്രത്തോളം അതെങ്ങനെയാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ എക്സ്പെൻസുകളൊക്കെ കൺട്രോൾ ചെയ്യും. എന്താണ് റിസോഴ്സുകളെല്ലാം അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ടോ ഉറപ്പുവരുത്തുകയും അത് കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഒന്ന് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എടുക്കുന്ന കാര്യം പറഞ്ഞു, മറ്റൊന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യമാണ്.
അടുത്തായിട്ട് പറയുന്നത് എന്താണ്? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അല്ലെ, നയങ്ങളെ രൂപീകരിക്കുക. നമ്മളിപ്പോ നേരത്തെ കണ്ട ഓരോന്നോരോന്നോ പ്ലാനുകളൊക്കെ രൂപീകരിക്കുമ്പോഴും അതിനെങ്കിലും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ അല്ലെ, നയങ്ങളൊക്കെ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരണം അല്ലെ, നടപ്പാക്കി കൊണ്ടുവരണം. എപ്പോഴും മാനേജ്മെന്റിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് അത് നടപ്പാക്കാനൊക്കെ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ പോളിസിയൊക്കെ രൂപീകരിക്കുക എന്നുള്ളതിന് പ്രധാന റോള് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് അപ്പ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. അതായത് നല്ല സൗകര്യത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളെല്ലാം അദ്ദേഹം രൂപീകരിക്കും. ദി എൻഷുർ compliance with the legal and regulatory needs, encourage patient safety and maintain ethical standards with the hospital. നമുക്കറിയാം ഹോസ്പിറ്റൽ ആകുമ്പോൾ ഈ നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ പ്രധാന അല്ലെ പല കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടി കൊടുത്തിട്ട് വേണം നയങ്ങൾ രൂപീകരിക്കണം അല്ലെ. ലീഗൽ നമ്മൾ എത്തിക്കൽ ആൻഡ് ലീഗലിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ധാർമ്മിക കാഴ്ചപ്പാടുകൾ കൂടി പുലർത്തണം. ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വില്ലേജ് വേസ്റ്റിനൊക്കെ എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടായാൽ അതെല്ലാം പാലിക്കാനായിട്ടും ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ എടുക്കുന്ന നയങ്ങൾ അതിനുകൂടി അനുയോജ്യമായ തീരുമാനങ്ങളായിരിക്കണം അദ്ദേഹം എടുത്തുകൊണ്ട് വരേണ്ടത്. അപ്പൊ അദ്ദേഹം അതിനനുസരിച്ചിട്ട് ഉറപ്പുവരുത്തണം എന്താണ് എല്ലാ കാര്യങ്ങളും അല്ലെ, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കനുസരിച്ച് അതിന് ആവശ്യമായിട്ടുള്ള രീതികൾ പാലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷ അതിന് പ്രോത്സാഹനം കൊടുത്തിട്ടാണ് നിങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ, ധാർമ്മിക മൂല്യ കാഴ്ചപ്പാടുകൾക്കെല്ലാം അത് പരിപാലിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കി പോകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവരുടെ ഇത് തന്നെയാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നേരാണ്, ലാസ്റ്റ് അവരൊക്കെയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുക എന്ന് പറയുന്നത്. എല്ലാവർക്കും കേട്ടിരിക്കുക എന്ന് പറയുന്നത് പോരാണ്. എങ്കിൽ കൂടി നിങ്ങൾ ഇത് അങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്യുക. കുറച്ച് നിങ്ങളെ ഇൻവോൾവ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലെ, വലിയൊരു ബിഗ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്താന്നുള്ളത് മറന്നുപോയോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സിൽ എന്താണ് പ്രധാനമായിട്ടും പരിഗണന കൊടുക്കുന്നത്? എക്യുപ്മെന്റിനാണോ, ഫിനാൻസിനാണോ, എന്തിനാണ്? മാൻ പവർ. ഓക്കെ, അവിടെയുള്ള വർക്കേഴ്സിന് ഹ്യൂമൺ. യെസ്, ഗുഡ്. അപ്പൊ ഹ്യൂമണ് പ്രാധാന്യം കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ. അവിടെയുള്ള മെമ്പേഴ്സിനെ കണ്ടെത്തുക, ആവശ്യമുണ്ടോ എന്ന് ആദ്യം തന്നെ കണ്ടെത്തുക. അതിനുശേഷം അവരെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ഹയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷകളൊക്കെ കണ്ടെത്തി സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണം. അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ് എവിടെയെങ്കിലൊക്കെ തൊഴിലാളികൾ വേണമെന്ന് കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിലുള്ള ഭാഗം തന്നെയാണ്. Then they produce and maintain positive working environment, implement the performance estimation systems, handle employee relations and address staffing requirements to ensure adequate coverage and optimal staffing levels. അതായത് നമുക്ക് ആവശ്യമായിട്ടല്ലേ ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ലെവലില് തന്നെ മതിയായ തൊഴിലാളികളെ അതിന് മതിയായ രീതിയിൽ അഡിക്കേറ്റ് ആയിട്ടുള്ള അല്ലെ തൊഴിലാളികൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ അല്ലെ നമുക്കറിയാം ആപ്ലിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. then എന്താണ് എല്ലാവരോടും നല്ലൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ലെ നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് അല്ലെ. അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിലെല്ലാം നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. then എന്താണ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റംസ്, അതായത് നമ്മൾ നടപ്പാക്കിയിരിക്കുന്ന രീതിയിൽ തന്നെ അവരൊക്കെ കുട്ടികള് നമ്മള് അല്ലെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അല്ലെ എത്രത്തോളം പേഷ്യൻസ് ഉണ്ടോ എത്രത്തോളം പേഷ്യൻസിനെ നോക്കാനൊക്കെ ഓരോ നഴ്സുമാരെയൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങളിലൊക്കെ ഡ്യൂട്ടിയൊക്കെ മനസ്സിലാക്കി തന്നെ അവിടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ അവർ ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ ഒരുപാട് സ്ട്രെസ് ഒന്നും കൂടാതെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? ആരുടെ ഡ്യൂട്ടി തന്നെയാണ്?
ആരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. നമ്മള് ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിലെ ഒരു പോയിന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ കുറച്ചുപേരൊക്കെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടിരുന്ന് പോവാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് എന്താണെന്നുള്ളതും നമ്മൾ ജസ്റ്റ് കണ്ടു. നെക്സ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സിന്റെ കാര്യം നമ്മൾ പരിഗണിച്ച മാതിരി തന്നെ അവിടെയുള്ള എക്യുപ്മെന്റിന്റെ കാര്യങ്ങൾ അല്ലെ, മതിയായ എക്യുപ്മെന്റ് ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്, സൗകര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. നമുക്കറിയാം അവിടെ അല്ലെ ഭൗതികമായിട്ടുള്ള ഘടനയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കേണ്ടത് അത് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി തന്നെയാണ്. Then they supervise the maintenance, upgrade and renovations to ensure a safe and efficient environment for patients, staff and visitors. അതായത് നമുക്കറിയാം ഒരു എന്താ പറയാ ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അതിനൊരു അല്ലെ നമുക്ക് രോഗങ്ങളൊന്നും ആർക്കും പെടാതിരിക്കാനുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ കൃത്യമായിട്ട് പോകണം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നല്ലൊരു അന്തരീക്ഷം അല്ലെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടി ആ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും കേടുപാടുകൾ അറ്റകുറ്റപ്പണികളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ പരിപാലിച്ചു പോവുകയാണെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും അല്ലെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും. ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും ട്രീറ്റ്മെന്റിന് പോകുന്നത്. പക്ഷെ അവിടെ എല്ലാം കേടുപാടും നിറഞ്ഞ അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല നല്ല വർക്കുകളെല്ലാം നമുക്കറിയാം പോകുന്ന ഇടനാഴികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവിടെ എല്ലാം മെയിൻ്റെനൻസ് വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഡ്യൂട്ടികളെല്ലാം നിർവഹിക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അത് പ്രത്യേകം എടുത്തു പറയുന്നു. PCDS, സ്റ്റാഫ്, പേഷ്യൻസ് അവർക്കെല്ലാം എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ കാര്യക്ഷമമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക, ഒരു സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി തന്നെയാണെന്നാണ് പറയുന്നത്. അതുമാതിരി തന്നെ എക്യുപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും കേടുപാടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അത് ക്ലിയറോട് അല്ലെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ഒക്കെ ചെയ്ത് അതേമാതിരി ബിൽഡിങ്ങിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ റീഇന്നോവേഷൻ ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ റീഇന്നോവേഷൻ ഒക്കെ നടത്തി അത് കൈകാര്യം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് റെസ്പോൺസിബിലിറ്റി ആ ഒരു റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്റർക്ക് തന്നെയാണ്. എന്താണ് നമുക്കറിയാല്ലേ ഭരണനിർവഹകരാണ് അതെല്ലാം നോക്കിക്കൊണ്ട് പോകേണ്ടത് അല്ലെ. മാനേജ്മെന്റിനായിട്ട് ഡിസ്കസ് ചെയ്ത് അവിടെ ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് അവിടെയൊക്കെ വർക്കേഴ്സിന്റെ അപാകതകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റാത്തത്. അപ്പൊ അവിടെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് അത് ട്രെയിനിങ്ങിന്റെ കുറവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റിനെ അറിയിച്ചതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം നടപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രവർത്തകരുടെ ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് എന്താണ് കമ്മ്യൂണിറ്റി റിലേഷൻസ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള കാരണം അവരുടെ വിട്ടുപോകരുത്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. Administrators work to make sure that high quality healthcare delivery and patient safety with the hospital. നമുക്കറിയാം ഏറ്റവും നല്ല അല്ലെ ഏറ്റവും നല്ല സേവനം അതാണ് ഏതൊരു ഹോസ്പിറ്റലിലും ലക്ഷ്യമിടേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പേഷ്യൻസ് വീണ്ടും വീണ്ടും ചെല്ലുള്ളൂ. ശരിയാണോ? അങ്ങനെയാണോ? നമ്മൾ ഒരു ഹോസ്പിറ്റലില് വീണ്ടും ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ആദ്യം എന്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക? നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ രോഗം ഭേദമാകുമെന്ന് ശ്രദ്ധിക്കും ഇല്ലേ? ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പുവരുത്തും. സേഫ്റ്റി നോക്കും, പേഷ്യന്റിന്റെ സേഫ്റ്റി നോക്കും. ഓക്കെ, ഗുണനിലവാരം ഉറപ്പുവരുത്തും. ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി. ഓക്കെ, നല്ലൊരു സേവനം നമുക്ക് കാഴ്ചവെച്ച് തരണം അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു സർവീസ് നമുക്ക് പ്രദാനം ചെയ്യണം. നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ സേവനം നമുക്ക് കിട്ടിയാൽ മാത്രം നമ്മൾ വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് പോകുള്ളൂ. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ മറ്റൊരു വർക്കാണ്
എന്താണ് ഉറപ്പുവരുത്തേണ്ടതാണ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്ത് ദ ഹോസ്പിറ്റൽ. പേഷ്യന്റിന്റെ സുരക്ഷയും നല്ല ക്വാളിറ്റിയുള്ള സേവനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നത്. They create and implement quality improvement initiatives, monitor patients' outcomes, and encourage adherence to evidence-based practice and clinical guidelines. അതായത് നല്ല ഇതിനു വേണ്ടിയിട്ട് അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള സേവനം കാഴ്ചവെക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നല്ല ഗൈഡ് ലൈൻസ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് വേണം അവിടുത്തെ കുട്ടികളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുമാതിരി തന്നെ എന്താണ് എല്ലാ കാര്യത്തിലും അല്ലെ നല്ല ഇംപ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ് ആയിട്ട് തന്നെ മുൻകൈ എടുത്തവര് ചെയ്തു പോകേണ്ടതുണ്ട്. എപ്പോഴും പേഷ്യൻസിന്റെ ആ റിസൾട്ട് ഔട്ട്കംസ് അല്ലെ ഒരു ഡോക്ടേഴ്സിന്റെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റിനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഭേദമായി എന്നുള്ള അല്ലെ അസുഖത്തിനെ അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമോ അതിന് ക്വാളിറ്റിക്ക് അല്ലെ ആ ഒരു നല്ലൊരു സേവനത്തിന് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമ നടപടികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ലെവലിലുള്ളവരുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻസ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തില് നമ്മളെല്ലാവർക്കും അല്ലെ ഒരു സ്വതന്ത്രമായിട്ട് തന്നെ ഇടപെടുകേണ്ടതാണ്. സമൂഹം പബ്ലിക് അത് തന്നെ സമൂഹം അല്ലെങ്കിൽ പബ്ലിക് അല്ലെ പബ്ലിക്കായിട്ട് നമ്മളെ ഇടപെടുകി തന്നെ കാര്യങ്ങൾ നല്ല ഓരോ ഹോസ്പിറ്റലാണെന്ന് 1-2 പേഴ്സൺസ് അവിടെ വന്നു പോകണമെങ്കിൽ എന്താണ് എല്ലാവരുടെ ഇടയിൽ നല്ലൊരു പേര് കേൾക്കുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലെ. Community relation. Hospital administrators play an important role in maintaining a positive relationship with the community. അതായത് പബ്ലിക്കിന്റെ ഇടയിൽ മാതിരി സമൂഹത്തിന്റെ ഇടയിൽ എല്ലാവരുടെയും ഇടയിൽ എന്താണ് നല്ലൊരു ബന്ധം അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. They engage in community outreach programs, cooperate with the local organizations and assist the hospital service to meet the healthcare requirements of the community in an effective manner. അതായത് നമുക്ക് ഇടയ്ക്ക് ചില ഹോസ്പിറ്റലുകാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കാണാം അല്ലെ. കണ്ണിന്റെ ചികിത്സ ഫ്രീ ആയിട്ട് കണ്ണും ചികിത്സ വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രഷർ ഷുഗർ ഒക്കെ എന്തെങ്കിലും ചികിത്സകളൊക്കെ അല്ലെ എല്ലാവർക്കും ജനങ്ങളുടെ ഇടയിലൊക്കെ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. എങ്ങനെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ ഭാഗങ്ങളിലൊന്നും ഉണ്ടാവാറില്ല? എങ്ങനെയാണ്? ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മൾ ഏതെങ്കിലും പ്രാദേശിക ഒരു സംഘടനയുമായിട്ടൊക്കെ സഹകരിച്ച് ഐ ടെസ്റ്റ് നടത്താറുണ്ട്. എന്തെങ്കിലുമൊക്കെ അല്ലെ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ സേവനം കൂടി ഉൾപ്പെടുത്തി ഇന്ന ഹോസ്പിറ്റലിന്റെ ഇതിന്റെ അല്ലെ അണ്ടറില് അവരുടെ ഡോക്ടേഴ്സിന്റെ സേവനം കൂടി ഉൾപ്പെടുത്തി ഏതെങ്കിലുമൊക്കെ സംഘടനകളൊക്കെ മുന്നിട്ട് നിന്ന് എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും വിഭാഗത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എന്തെങ്കിലും സേവനങ്ങൾ കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. They engage free medical camp. They engage in community outreach programs, cooperate with the local organizations and assist the hospital service to meet the healthcare requirements of the community in an effective manner. അപ്പൊ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അല്ലെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ അല്ലെ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു പേരും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെ സമൂഹത്തിൽ നല്ലൊരു ബന്ധം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ്മെന്റിനെ അറിയിക്കേണ്ട ഒരു ഡ്യൂട്ടി നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. എന്താണ് റിസ്ക് മാനേജ്മെന്റ്? റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അപകടം അല്ലെ. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളത്. അഡ്മിനിസ്ട്രേഷൻസ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അല്ലെ. എന്തെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മാനേജുകൾ അല്ലെ റിസ്കുകളൊക്കെ ഉണ്ടാകുന്ന വിലയിരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ റിസ്കുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടായെങ്കിൽ അതിലേക്ക് മാനേജ് ചെയ്ത് അല്ലെ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. They execute the protocols and policies to minimize the potential risk, supervise the patient and employee safety measure, and handle legal and insurance matters associated with the hospital.
അതുമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് അറിയാം റിസ്ക് എന്ന് പറയുമ്പോൾ അപകടകരമായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ, എന്തെങ്കിലും പ്രൊട്ടക്ഷൻ നമുക്കറിയാം, എന്തെങ്കിലും ഇപ്പൊ എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് മാത്രമല്ല ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുന്നത് അല്ലെ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും അപകട സാധ്യതകൾ വരാം. ഇപ്പൊ നമുക്കറിയാം മിക്കപ്പോഴും എന്താണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്ത് അതുമായി മുന്നോട്ട് കൊണ്ട് പോകേണ്ടത് മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയൊക്കെ ആര് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നിയമങ്ങൾ എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അവര് പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത് പറയുന്നത്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് the executive protocols and policies to minimize the potential risk, supervise the patients and employees safety measure and handle legal and insurance matters associated with the hospital. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് മാറ്റേഴ്സുകൾ അസോസിയേറ്റ് അല്ലെ അത് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം അതേമാതിരി തന്നെ നിയമവശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഒപ്പം തന്നെ എപ്പോഴും അവിടെയുള്ള വർക്കേഴ്സിനും അതേമാതിരി തന്നെ പേഷ്യൻസിന്റെ അല്ലെ പേഷ്യൻസിനും അവരുടെ ജീവനെല്ലാം എന്താണ് സുരക്ഷ, ഒരു സേഫ്റ്റി അത് മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാനായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക. ആ ഒരു ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് നയങ്ങൾ നമുക്കറിയാം. ഒരു കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെയുള്ള പേഷ്യൻസിന് എല്ലാവർക്കും പടർന്ന് പിടിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വർക്കേഴ്സിനും അത് പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോട്ടോകോൾ നമുക്കറിയാം സാമൂഹ്യ അകലം പാലിക്കാനൊക്കെ ആയിട്ട് ഒരു പോളിസികൾ നയങ്ങൾ രൂപീകരിച്ചു. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കാനായിട്ടുള്ള നയങ്ങൾ രൂപീകരിച്ചു. ഓക്കെ, അതൊക്കെ എന്താണ് റിസ്കുകൾ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നയങ്ങൾ മാനേജ്മെന്റിനെ അറിയിച്ച് നടപ്പാക്കി കൊണ്ടുവരിക എന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടായെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടപ്പിലാക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് ഡ്യൂട്ടി ഉണ്ട്. നെക്സ്റ്റ് എന്താണ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് administrators supervise the implementation and maintenance of health information systems and electronic medical records. അതായത് നമുക്ക് ആരോഗ്യ വിവരം അല്ലെ നമ്മുടെ ആ ഒരു ആരോഗ്യ വിവര സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്കറിയാം. ഇപ്പൊ പണ്ടത്തെ മാതിരി മാനുവലി ആണോ റെക്കോർഡുകളൊക്കെ ചാർട്ടിലാണോ കീപ്പ് ചെയ്യുന്നത്? അല്ല, ഒക്കെ റെക്കോർഡിക്കലി ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അപ്ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ്സുകളെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കയറി പോകണം അല്ലെ. പിന്നീട് ആവാന്ന് വെച്ചത് പെൻഡിങ് ആവും. പിന്നെ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഹിസ്റ്ററീസ് നോക്കുമ്പോൾ അവർക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമുക്ക് അല്ലെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് അല്ലെ ഒരു പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിലുള്ളവരാണ്. നമുക്കറിയാം ഇന്ന സമയത്തിനുള്ളിൽ അപ്ഡേറ്റ് ആയിട്ട് ഈ റെക്കോർഡ്സുകൾ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ചാർട്ട് ഇത് എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം. അതൊക്കെ സിസ്റ്റത്തിലേക്കും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. They guarantee the confidentiality and the security of patient information while facilitating efficient data management and reporting. അതായത് നമുക്കറിയാം ഡാറ്റകൾ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ജനങ്ങൾ എന്താ പറയുക നമുക്ക് പേഷ്യൻസ് ആയിട്ട് വരുന്നവരെല്ലാം അവരുടെ ഡാറ്റാസ് ഒക്കെ എന്താണ് സുരക്ഷയോട് കൂടിയിട്ടായിരിക്കും അവര് പ്രൈവസിയോട് കൂടിയിട്ട് അല്ലെ അവര് എല്ലാവർക്കും വിസിബിൾ ആകുന്ന രീതിയിലായിരിക്കില്ല. എല്ലാവർക്കും അത് വായിച്ച് മനസ്സിലാക്കി അവരുടെ പ്രൈവസി എല്ലാം ചോർത്തി എടുക്കണമെന്ന് ഓരോ പേഷ്യന്റും ആഗ്രഹിക്കില്ല. ശരിയാണോ? ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് അല്ലെ ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അത് അവരുടെ രോഗത്തിനുമായി ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും അത് പബ്ലിസിറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്നുമല്ല. അപ്പൊ അത് കോൺഫിഡൻഷ്യാലിറ്റി ആ ഒരു ആത്മവിശ്വാസം ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ട്. They guarantee the confidentiality and the security of patient information
while facilitating efficient data management and reporting. അവര് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് സേവ് ചെയ്ത് സൂക്ഷിക്കുമ്പോഴൊക്കെ എന്താണ് സൗകര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴും എന്താണ് പേഷ്യൻസിന്റെ വിശ്വസ്തത അതിന് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിമാർക്കാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 2 പോയിന്റ് കൂടെ ഉള്ളൂ, നോക്കാം. നോക്കിയോ, നീതി എന്ന് പറയുമ്പോൾ തീക്ഷ്ണമായി ഉള്ള ഒരു ഇതാണ്. നിങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലല്ലേ, ആരെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നൊന്ന് ഷെയർ ചെയ്ത് തരും. ഞാനിങ്ങനെ പറഞ്ഞു പോവുക മാത്രമേ ആവൂ. അതായത് നമുക്ക് അടുത്ത ആഴ്ചയും കൊണ്ട് കവർ ചെയ്യാൻ പറ്റും, തീർക്കാൻ സാധിക്കില്ലേ? അടുത്ത ആഴ്ച ഒരുപാട് സ്പീഡിൽ പോകണ്ട. അതിനുശേഷം ഞാനൊന്ന് റിവിഷൻ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഈ പോർഷൻ തുടങ്ങി നമുക്കൊന്ന് വീണ്ടും റിവൈസ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകാം. നമുക്ക് എത്താൻ സാധിക്കും. അപ്പോ എന്താണ് ഈ പോർഷൻസ് അല്ലെ, ഈ ഇത് നമ്മൾ റിവിഷൻ ചെയ്യാതെ തന്നെ പഠിച്ചു പോകാം. എന്താണ് ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് മാത്രം ഒന്ന് ആരെങ്കിലും ഷെയർ ചെയ്യാം. എന്താണ് റെസ്പോൺസിബിലിറ്റി, അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് നമുക്കൊന്ന് ക്ലാസ്സിൽ തന്നെ വെച്ച് പഠിച്ചു പോകാം. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? ഫസ്റ്റ് വൺ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്? ഫസ്റ്റ് വൺ ആരെങ്കിലും ആരും ഇല്ലേ? പഠിക്കാൻ തയ്യാറല്ല? സ്ട്രാറ്റജിക്, ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. സെക്കൻഡ് വൺ എന്താണ്? പലതരത്തിലുള്ള തീരുമാനങ്ങൾ കോഴ്സ് നയങ്ങൾ സ്വീകരിക്കുക. സെക്കൻഡ് വൺ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലെവലിൽ അദ്ദേഹത്തിന് റോളുണ്ട്. നെക്സ്റ്റ് എന്താണ്? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി പുതിയ പുതിയ നയങ്ങളെല്ലാം വികസിപ്പിച്ചു കൊണ്ടുവരികയും നടപ്പാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിനുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോളുണ്ട്. നെക്സ്റ്റ് അപ്പൊ ഓരോ പോയിന്റ് ഓർക്കുമ്പോഴും ഓർക്കാം അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, അഡ്മിനിസ്ട്രേറ്റർ എന്താണ് ചെയ്യുന്നത്, മാനേജ്മെന്റിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുക്കുക, കുറച്ച് പേർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, അതൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യം. അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്,
അദ്ദേഹം എന്താണ് എന്തെങ്കിലും ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പോകും. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് എന്തെങ്കിലും എവിടെയെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മെയിൻ്റെനൻസ് നടത്തി അല്ലെ. എക്യുപ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കസിങ് കാര്യങ്ങളാണ്. എന്താണ് ക്വാളിറ്റി അഷുറൻസ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്വാളിറ്റി അല്ലെ, ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ പറയുക. എന്താണ് നെക്സ്റ്റ് എന്താണ് കമ്മ്യൂണിറ്റി റിലേഷൻ. കാര്യം കമ്മ്യൂണിറ്റി റിലേഷൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലെ നമ്മൾ പറഞ്ഞിരുന്ന എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് സംഘടിപ്പിക്കുക. റിസ്ക് മാനേജ്മെന്റ് ഓക്കെ എല്ലാവരും തന്നെ ഇപ്പൊ ക്യാച്ച് ചെയ്ത് പോയി കാണാം അല്ലെ. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളത് തരണം ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മയിൽ പറഞ്ഞു. ഒരു കോവിഡ് വന്നു കഴിയുമ്പോൾ അല്ലെ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ വ്യക്തികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടോകോൾസ് ഇറക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ടുവരേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഗവർണറുടെ ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് എന്താണ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അല്ലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്കറിയാം ഓരോ പേഷ്യൻസിന്റെയും റെക്കോർഡ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ചകൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അല്ലെ തകടം മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ടാവുന്നു ഉറപ്പുവരുത്തുക. എപ്പോഴും എന്താണ് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി അവരുടെ പേഷ്യൻസിന്റെ ആ ഒരു ആത്മവിശ്വാസം അത് തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ്. നെക്സ്റ്റ് എന്താണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അടുത്ത പോയിന്റ് പറയുന്നത് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സഹകരിക്കുക അല്ലെ. കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സഹകരിക്കുക. സഹകരണമായിട്ട് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മുന്നിട്ട് നിൽക്കും. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് കൊളാബറേറ്റ് വിത്ത് ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് other healthcare professionals to ensure a coordinated and efficient delivery of care. അതായത് അവരെപ്പോഴും അല്ലെ ഫിസിഷ്യന്റെ ഇടയിലാണെങ്കിലും നഴ്സുമാരുടെ ഇടയിലൊക്കെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ അവരോട് ഇടപെടുകേണ്ടതുണ്ട്. ഒപ്പം തന്നെ എന്താണ് എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്താ ഏകോപിപ്പിക്കുക അല്ലെ. നല്ല കാര്യക്ഷമമായിട്ട് രീതിയിലുള്ള വിതരണം സേവനം നമുക്ക് കാഴ്ചവെക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യും അല്ലെ. എല്ലാവരുടെ ഡ്യൂട്ടിയെയും ഏകോപിച്ച് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയും നേതൃത്വത്തിൽ വരേണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്ററിന്റെ നേതൃത്വത്തിൽ തന്നെ വരേണ്ടത്. They give leadership support guidance to staff members, promoting a positive and collaborative work culture. അതായത് എന്തിനെങ്കിലും അല്ലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു വികസനം നടത്തണമെങ്കിൽ അതിൽ മുന്നിട്ട് നിൽക്കേണ്ട റോൾ ആരാണ്? നിർവഹണത്തിലുള്ളവരാണ് അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോളുള്ളവരാണ് എന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിന് മുന്നിട്ട് നിൽക്കാം. ചിലപ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി വ്യക്തികളെ കൂടി കുറച്ചും കൂടി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടെല്ലാം എല്ലാവർക്കും ചിലപ്പോൾ ഡ്യൂട്ടികളിലൊക്കെ ഇത്തിരി വേരിയേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ അത് സാധ്യമാകണമെന്നില്ല. അപ്പൊ മുന്നിട്ട് നിൽക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവരാണ് അല്ലെ. അതെല്ലാം നമുക്ക് ക്യാഷ് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി ഒക്കെ ആവും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒക്കെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ കൊടുത്ത് എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഓരോന്ന് നേരിടാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും അവിടെ സഹപ്രവർത്തകരുടെ ഇടയിലെല്ലാം അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയും അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവരുടെ ഡ്യൂട്ടി തന്നെ. ക്ലിയർ ആണോ? നെക്സ്റ്റ് 11th പോയിന്റ് എന്ന് പറയുന്നത് ദീസ് റെസ്പോൺസിബിലിറ്റീസ് മേ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ്. അതൊരു 11th പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു കൺക്ലൂഷൻ ആണ്. നിങ്ങൾ അതൊരു 11th പോയിന്റ് ആക്കി പഠിക്കണമെന്നില്ല. ദിസ് റെസ്പോൺസിബിലിറ്റി മേ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ, ബട്ട് overall hospital administrators play a vital role in managing and enhancing the healthcare facilities, operations and service. അതായത് നമ്മളെ കണ്ടിടത്തോളം അല്ലെ ഒരുപാട് റോളുകൾ നമ്മൾ കണ്ടു. ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റൽ ചെറുതാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ടാകുക. വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആവുകയാണെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോളും വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു പേഴ്സൺ എന്നായിരിക്കില്ല ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ 1-2 പേരൊക്കെ ചിലപ്പോൾ 2-3 ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഓരോരുത്തർക്കൊക്കെ ഡ്യൂട്ടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ഒരു ഒന്നിച്ചുള്ള ഒരു വിങ് ആയിട്ടൊക്കെ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റർമാര് ഒന്നിച്ചൊക്കെ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്.
അപ്പം അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ദിസ് റെസ്പോൺസിബിലിറ്റി മേ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ, ബട്ട് ഓവറോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മാനേജിംഗ് ആൻഡ് എൻഹാൻസിംഗ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻ ആൻഡ് സർവീസ്. പക്ഷെ എല്ലായിടത്തും ഏതൊരു സ്ഥാപനത്തിലും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റോളുകളൊക്കെ തന്നെയാണ് അല്ലെ. എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുക, എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റിനെയും കൂടി സഹായത്തോടു കൂടി നടപ്പാക്കി എന്തെങ്കിലും പോളിസികളോ എന്തെങ്കിലും അല്ലെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പോട് കൂടി നടപ്പാക്കി കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളത്. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും വായിച്ചിട്ട് ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാലോ. ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിയിലെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നോക്കാം എന്താന്നുള്ളത്. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റൽ നോർമലി comprises a variety of administrative and clerical duties related to the operation of the outpatient department. എന്താണ് ഔട്ട്പേഷ്യന്റ് എന്ന് പറയുന്നത്? പഠിച്ചുപോയതാണ്. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. ഔട്ട്പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കിടത്തി ചികിത്സിക്കുന്നത്. ഔട്ട്പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വന്ന് അല്ലെ ജസ്റ്റ് ഒന്ന് കണ്ട് ഡോക്ടറെ കണ്ട് വിസിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ്. അഡ്മിറ്റ് അല്ലാതെ. അപ്പൊ അഡ്മിറ്റ് അല്ലാതെ ഇൻപേഷ്യന്റ് അല്ലാത്തവരാണ് ഔട്ട് പേഷ്യന്റ് ആണ് ഇത് വരുന്നത് അല്ലെ. അവർ ജസ്റ്റ് വന്ന് അപ്പോയിന്റ്മെന്റ് നടത്തി കൺസൾട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഡോക്ടറിനെ സമീപിക്കുന്നത്. അപ്പൊ അവരെന്താണ് ഡോക്ടറെ കണ്ടിട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സെക്രട്ടറി അല്ലെ ഔട്ട് പേഷ്യന്റിന്റെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്തരത്തില് പേഷ്യന്റ് ഇൻപേഷ്യന്റ് അല്ലാത്ത വ്യക്തികൾ അല്ലെ ജസ്റ്റ് കൺസൾട്ടേഷന് വരുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടൊക്കെ കാണാൻ പറ്റാതിരിക്കുകയോ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന റോളാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? അത് അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള അതേമാത്രം തന്നെ ക്ലറിക്കൽ ആയിട്ടുള്ള അല്ലെ നമുക്കറിയാം എഴുത്തുമുത്ത് പോലത്തെയുള്ള വ്യത്യസ്തരത്തിലുള്ള ഡ്യൂട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിക്ക് ഉണ്ടാവുക. കുറച്ച് അല്ലെ സം ഓഫ് കീ റെസ്പോൺസിബിലിറ്റി അതിൻ്റെതായിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റി ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി വരുന്നതാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റിനാണ് പ്രാധാന്യം അല്ലെ. ഓരോരുത്തർക്ക് കൃത്യസമയത്ത് തന്നെ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. An outpatient secretary is accountable for scheduling appointments for patients and making sure that the appointments are actually prioritized based on the patient's medical requirements. ഓരോ മെഡിക്കൽ ആവശ്യകത അനുസരിച്ചിട്ട് മുൻഗണന അനുസരിച്ചിട്ട് തന്നെ പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ മുൻഗണന അല്ലെ അതിന്റെ മുൻഗണന അനുസരിച്ചിട്ട് തന്നെ ഓരോരുത്തർക്കും അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതാണ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഓരോരുത്തർക്കും വന്ന് കണ്ട് പോകാനായിട്ട് ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അത് അതിന്റെ ആ ഒരു ഷെഡ്യൂളിംഗ് കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇതിനാണ്. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ കോർഡിനേറ്റുക എന്ന് പറയുമ്പോൾ ഏകോപിപ്പിക്കുക അല്ലെ. ഏകോപിപ്പിക്കുക എന്താണ് ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക്സ് നീലി ഇഷ്ടമായ അല്ലെ നീലി വിത്ത് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ which includes arranging for diagnostic tests and procedures,
getting medical records and ensuring the patients receive up to follow-up care. അതായത് നമ്മളിപ്പോ ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഡോക്ടേഴ്സ് നേരത്തെ കിട്ടിയേക്കാം, ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതിന്റെ റിസൾട്ടും കൊണ്ടാണ് ഇനി നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? വെറുതെ പറയുന്നതാണോ? ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ല, നമ്മളിപ്പോ ഔട്ട് പേഷ്യന്റ് നമ്മളിപ്പോ ഒരു പ്രാവശ്യം കണ്ടിട്ട് പോവുകയാണ് അല്ലെ? നമ്മൾ ജസ്റ്റ് കണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ടൈമില് വീണ്ടും വരാനായിട്ട് ഡോക്ടേഴ്സ് സൗകര്യം പറഞ്ഞേക്കുകയാണ്. നെക്സ്റ്റ് വീക്കില് നിങ്ങൾ വന്ന് കാണുക എന്ന് പറയുക. നിങ്ങൾ വരുമ്പോൾ ഇതിന്റെ ടെസ്റ്റുകളുടെ റിസൾട്ടുമായിട്ട് വരിക എന്ന് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് നെക്സ്റ്റ് ടൈമിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും കൊണ്ട് ഡോക്ടറെ കാണേണ്ടതായിട്ട് വരും. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക്സ് mainly with other hospital staff to coordinate patient care. അതായത് എപ്പോഴും അവര് മറ്റു ഡിപ്പാർട്ട്മെന്റൊക്കെ ആയിട്ട് വളരെയധികം ഏകോപിച്ചേർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അതിന് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് വിച്ച് ഇൻക്ലൂഡ്സ് അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും രോഗനിർണയത്തിന് വേണ്ടിയിട്ട് വല്ല ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം റേഡിയോളജി വിഭാഗം അല്ലെങ്കിൽ അല്ലെ ലബോറട്ടറിയിലെ ടെസ്റ്റിങ്ങിന്റെ റിസൾട്ടുകളൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. സ്കാനിങ്ങും കാര്യങ്ങളാണെങ്കിൽ റേഡിയോളജി വിഭാഗത്തിൽ നിന്ന് അത് കൃത്യമായിട്ട് തന്നെ ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഡോക്ടറിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? സെക്രട്ടറിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടായെങ്കിൽ നമുക്കറിയാം അവിടെ ഡ്യൂട്ടിയിലുള്ളവര് ആദ്യം തന്നെ അല്ലെ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഓക്കെ എല്ലാവരെയും അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് സെക്രട്ടറിക്കാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവിടുന്ന് റിസൾട്ടുകൾ ഇന്ന സമയത്തിനുള്ളിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്തിന് കിട്ടാത്തത് കൊണ്ട് ഇത് റെക്കോർഡുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഡോക്ടറിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ആൻസറിങ് ഫോൺ കോൾസ്. ആൻസറിങ് ഫോൺ കോൾസ് എന്ന് പറയുമ്പോൾ എന്തറിയാം സെക്രട്ടറി അല്ലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് നേരത്തെ കൂട്ടി എന്തെങ്കിലും അപ്പോയിന്റ്സ് കിട്ടുമോ? ഏത് സമയത്താണ് നമുക്ക് മിക്കപ്പോഴും അല്ലെ ഇത് ചിലപ്പോൾ എന്തെങ്കിലും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിലും അവിടെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അവരാണ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാ. ഇങ്ങനെ ഓക്കെ നിങ്ങളുടെ OP നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ, അത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് കഴിയുന്നത്. പേഷ്യന്റ് സെക്രട്ടറി is accountable for answering phone calls and directing patients to the concerned department or staff members. നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിലും ശരി അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫൈനലി നമ്മൾ അല്ലേ ഏറ്റവും മേൽപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. ആദ്യം നമുക്കറിയാം ഫസ്റ്റ്ലി അതാത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകും. ഇൻ കേസ് അവർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അപ്പൊ എല്ലാ തരത്തിലുള്ള ആൻസറിങ് ഫോൺ കോളുകൾക്കും മറുപടി കൊടുക്കുക. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി is accountable for answering phone calls and directing patient to concerned department of staff. Okay, clear ആണോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. Okay, managing patient information എന്ന് പറയുമ്പോൾ the outpatient secretary maintain exact and up-to-date patient information in the hospital's electronic medical record system, which includes demographic information, medical history and insurance information. അതായത് പേഷ്യന്റിന്റേതായ വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേമാതിരി തന്നെ പേഷ്യന്റിന്റേത് ഇപ്പൊ നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഒരു വയസ്സ് അല്ലെ ആ ഒരു വയസ്സിൽ നമ്മൾ ചെന്ന് കണ്ട് കുട്ടികളൊക്കെ ആകുമ്പോഴാണ് അത് ഇഷ്ടം കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരിക. ചിലപ്പോ ഒരു
അല്ലെ? കുട്ടിയായിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന ഡോസേജ് എല്ലാം പിന്നെ കൊച്ചു വലുതായി കഴിയുമ്പോൾ കൊടുക്കും. ശരിയാണോ? ശരിയല്ലേ? വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്കറിയാം ഒരു 14 വയസ്സ് വരെയൊക്കെ പീഡിയാട്രിഷ്യനെ തന്നെ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് തന്നെ പീഡിയാട്രിഷ്യനെ തന്നെ കാണിക്കാനായിട്ട് തന്നെ അവർ തയ്യാറാവില്ല. അവര് ചില ഡോക്ടേഴ്സ് തന്നെ പറയും ഞങ്ങളെ കാണിക്കേണ്ടതല്ല, അല്ലെ, ഫിസിഷ്യനെ കാണിക്കേണ്ടതൊക്കെ ആയിട്ട് വരും ജനറലായിട്ട്. അപ്പൊ എന്താണ്, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പൊ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഇൻഫോം ചെയ്ത് കൊണ്ടുപോകേണ്ടത്, മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അദ്ദേഹം തന്നെയാണ്. അതായത് ഇലക്ട്രോണിക്കലായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടത് എന്തെങ്കിലും അതൊക്കെ ചേഞ്ചസ് വരുത്തുക. അതില് ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ ആയിരിക്കും, ഏജും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ എല്ലാം എന്തെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ പ്രഗ്നൻസി ടൈമുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇൻഷുറൻസ് ഇൻഫോർമേഷൻസ്, ഈ കേസിൽ നമുക്കറിയാം ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോഴൊക്കെ അല്ലെ, ഇൻഷുറൻസ് കിട്ടേണ്ട ആലോചിക്കുന്ന ആ ഒരു പെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോഴെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതി അനുസരിച്ച് ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോകണം, അല്ലെ? നേരത്തെ കൂട്ടി ഒരു പക്ഷേ കിട്ടിപ്പോയതായിരിക്കും. അപ്പൊ അതിലെല്ലാം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിന്റെ അന്തിമ ഫൈനലൈസേഷൻ ഒക്കെ നടത്തി കൊടുക്കേണ്ടത് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. ഇൻഷുറൻസ് ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാം, മിക്കവാറും ഇൻഷുറൻസ് ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ അവർ കിടത്തി ചികിത്സിക്കാൻ ഒരു രീതിയിലേക്ക് എത്തണം, അല്ലെ? അല്ലെങ്കിൽ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ ആരാണ്? ആ സെക്രട്ടറിയുടെ ഡ്യൂട്ടിക്കുള്ളത്. എന്താണ് പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ്? പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ our patient secretary process a request for a medical records and make sure that patient's confidentiality is kept and release the medical records to authorized users. അതായത് നമ്മൾ എപ്പോഴും അല്ലെ, എപ്പോഴും റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്തും ചിലപ്പോ പേഷ്യൻസുകളെല്ലാം എല്ലാ പേഴ്സണൽ ഹിസ്റ്ററീസും അല്ലെ, അവരുടെ രോഗപരമായിട്ടുള്ള എല്ലാ ഹിസ്റ്ററീസും ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ കോൺഫിഡൻസിനോട് കൂടിയിട്ട് അത് കീപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ അധികാരികൾ അത് കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതുണ്ട്, അല്ലെ? അതിലെന്തെങ്കിലുമൊക്കെ ഇതുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെ? എല്ലാവർക്കും വെളിപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇച്ചിരി കൂടിയും അധികാര പദവിയിലുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ എവിടേക്ക് ഇങ്ങനെയൊക്കെ സ്പ്രെഡിങ് ന്യൂസും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടി പ്രോബ്ലം സൃഷ്ടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഉറപ്പുവരുത്തൽ, കോൺഫിഡൻഷ്യാലിറ്റി ഇസ് കെപ്റ്റ്, അത് സൂക്ഷിച്ചു വെക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്? നമ്മുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് റിലീസ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസിന് ഇപ്പോഴും അംഗീകാരമുള്ള ഈ കാര്യങ്ങൾ മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. നമുക്ക് ഇത് എടുത്ത് തീർക്കാൻ പറ്റും, അല്ലെ? പറ്റുമല്ലേ? ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. The outpatient secretary is accountable for handling a variety of administrative tasks like ordering office supplies, filling paper work and managing correspondence. നമുക്കറിയാം അവിടെ അല്ലെ ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് സാധനങ്ങൾ സാമഗ്രികളൊക്കെ വേണം, അല്ലെ? അവിടെ ഓഫീസ് എക്യുപ്മെന്റ്സ് വേണം, ഫില്ലിംഗ് പേപ്പറുകൾ വേണം, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ സ്റ്റോക്കൊക്കെ ഉണ്ടോ എന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതും നിലനിർത്തി പോകേണ്ടതും അത് വെരിഫൈ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? നമ്മുടെ ക്ലർക്ക്, അല്ലെ? ആ ഒരു റിസപ്ഷൻ എന്താണ് നമ്മുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്, ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. Then last point, providing customer service. The outpatient secretary is often the first point of contact for a patient. So providing excellent customer service is a crucial part of our job. നമുക്കറിയാം ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് നമുക്ക് ഇരിക്കട്ടെ, അല്ലെ? അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ഇത് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുന്നു, അതെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അതേമാതിരി തന്നെ എന്താണ് കസ്റ്റമർ സർവീസും അവർ പ്രദാനം ചെയ്യും. കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് കളക്ട് ചെയ്യേണ്ട ഒരു പഴയ കാലഘട്ടത്തിന്റെ രീതിയൊക്കെ വ്യത്യസ്തമാണ്, ഇല്ലേ? വന്നിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ സർവീസ് അവർ പ്രദാനം ചെയ്യാറുണ്ടോ? അതായത് റിസൾട്ട് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെ? അത് ഒന്നില്ലെങ്കിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ
എന്താണ് വാട്സപ്പിലോ അതിലൊക്കെയൊക്കെ സെൻഡ് ചെയ്ത് തരും അല്ലെ, റിസൾട്ടും കാര്യങ്ങളും. അപ്പൊ അതൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഒരു കസ്റ്റമർ സർവീസ് ആണ് അല്ലെ, മറ്റും വരുന്ന പേഷ്യൻസിനെ കൊടുക്കുന്ന ഒരു സർവീസ് കൊണ്ട് റിസൾട്ടുകളൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം അവരെ അറിയിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഒരാൾ പേഷ്യന്റ് സെക്രട്ടറി അത് അവരുടേതായ ഡ്യൂട്ടികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പേഷ്യൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കസ്റ്റമറി സർവീസുകളെല്ലാം അവരെ അറിയിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് patient secretaries. Often the first point of contact for the patient. So providing excellent customer services is a crucial part of the job. ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവർ എന്തെങ്കിലും കസ്റ്റമർ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. നമുക്കറിയാം ഒരു മിക്കപ്പോഴും ഹോസ്പിറ്റലൊക്കെ എന്താണ് ഇത്ര ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒപ്പിയുടെ പൈസയൊന്നും മേടിക്കില്ല അല്ലെ. അതൊക്കെ തന്നെ ഒരു തരത്തിലുള്ള കസ്റ്റമർ സർവീസും കൂടിയാണ്. അപ്പൊ അവിടെ വീണ്ടും പേഷ്യൻസ് 7 ഡേയ്സിനുള്ളിലൊക്കെയാണ്, ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന് ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇച്ചിരി സമയമൊക്കെ കൊടുക്കും. അത് ഓരോ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അവര് പലതരത്തിലുള്ള സർവീസ് പ്രദാനം ചെയ്യുന്നതാണ്. ഓവറോൾ എന്താണ് ലാസ്റ്റില് പറയേണ്ടത്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്ലേസ് എ കീ റോൾ ഇൻ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ outpatient departments runs smoothly and efficiently and the patients obtain high quality care. നമുക്കറിയാം നല്ല രീതിയിൽ അല്ലെ, നല്ല ക്വാളിറ്റിയോടുകൂടിയിട്ടുള്ള സേവനങ്ങൾ അവിടെ വരുന്ന പേഷ്യൻസിന് അത് നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ടും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടും അവർക്ക് നൽകുന്ന കാര്യങ്ങളാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ അല്ലെ, അത് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അല്ലെ, അതിന് ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട റോളാണ് സെക്രട്ടറി നിർവഹിക്കുന്നത്. Then strong organization skills, attention to detail and excellent communication skills are necessary for fulfilling this role. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള കഴിവുകൾ വേണം അല്ലെ. നല്ല കഴിവുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരോടും നന്നായിട്ട് ഇടപെടാനുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതേമാതിരി തന്നെ എന്താണ് എല്ലാവരെയും കേൾക്കാനായിട്ട് അല്ലെ, ഏതൊരു പേഷ്യൻസിന്റെയും അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അതേമാതിരി എന്താണ് എല്ലാ ഓർഗനൈസേഷനെ നന്നായിട്ട് ഏകോപിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ടെസ്റ്റിന്റെ റിസൾട്ടും എല്ലാ റിസൾട്ടുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ റെക്കോർഡൊക്കെ സൂക്ഷിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ആർക്കുണ്ടായിരിക്കണം, നമ്മുടെ ഒരു സെക്രട്ടറിക്ക്, പേഷ്യന്റ് സെക്രട്ടറിക്ക് ആയിരിക്കണം. ജസ്റ്റ് വായിച്ചു നോക്കാം. ബോറായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ചാപ്റ്റർ അല്ലേ? സിമ്പിൾ ആണ്, കുറെ പോയിന്റ്സ് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്, സെക്രട്ടറി നമ്മുടെ ഔട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ആ ഒരു സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കുന്ന ഡ്യൂട്ടി അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അപ്പൊ അതിലേക്ക് ക്യാച്ച് ചെയ്ത് ജസ്റ്റ് പോയിന്റിന്റെ ഹെഡിങ്സ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓരോ പോയിന്റ്സ് ബാക്കി മെയിനിലേക്ക് വന്നോളൂ. വ്യത്യസ്ത റെസ്പോൺസിബിലിറ്റി ഉള്ളതിനെ കൊണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഹെഡ്ലൈൻസുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോയിന്റ്മെന്റ്സ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസ്, മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ, then processing medical records, handling administration, tips, task, providing customer service. ജസ്റ്റ് ആ പോയിന്റ്സുകൾ ഓർക്കുക. അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളൂ. നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Thank you. Thank you, ma'am. Thank you, Miss. Thank you, ma'am.